നമസ്കാരം. സ്മാർട്ട് കോർ PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഭൂമിശാസ്ത്രത്തിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം: അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? 1. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. 2. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി. 3. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെ. 4. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, 4, ഓപ്ഷൻ ബി 1, 2, ഓപ്ഷൻ സി 2, 4, ഓപ്ഷൻ ഡി 3, 4. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചുള്ള ശരിയായ വാചകങ്ങളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 1, 2. അതായത് ട്രോപ്പോസ്ഫിയറിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറും അതേപോലെ തന്നെ മറ്റു പാളികളെ കുറിച്ചും PSC നിരവധി തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് അല്ലെങ്കിൽ അന്തരീക്ഷ പാളികളെ കുറിച്ചുള്ള ഏതാനും പോയിന്റ്സ് നോക്കാം. വാതകങ്ങളുടെ മിശ്രിതമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. ഈ പാളികളാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. പാളികൾ ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളി അല്ലെങ്കിൽ മേഖല എന്ന് പറയുന്നത് ട്രോപ്പോപാസ് ആണ്. ഇതേപോലെ സ്ട്രാറ്റോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയാണ് സ്ട്രാറ്റോപാസ്. മീസോസ്ഫിയറിനും തെർമോസ്ഫിയറിനും ഇടയിൽ മീസോപാസ് കാണപ്പെടുന്നു. അതേപോലെ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന മേഖലകളെ അയണോസ്ഫിയർ എന്ന് പറയുന്നു. ഈ അയണോസ്ഫിയർ കഴിഞ്ഞിട്ടാണ് എക്സോസ്ഫിയർ വരുന്നത്. ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. അത് ബഹിരാകാശവുമായി ലയിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ തരം പാളികളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഓരോ പാളികളെയും കുറിച്ച് കൃത്യമായി നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയായ ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ട്രോപ്പോസ്ഫിയറിലാണ് ഉള്ളത്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയറിനെ ജൈവമണ്ഡലം എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മള് അന്തരീക്ഷം അതായത് ഭൗമോപരിതലവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാളി കൂടിയാണ് ട്രോപ്പോസ്ഫിയർ. അതുകൊണ്ട് ഇതിനെ ജൈവമണ്ഡലം എന്നും പറയുന്നുണ്ട്. ഈ ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതേപോലെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനം കാണപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. ഇതിന്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ടു. ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ ക്രമമായ താപന നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത പാളിയിലേക്ക് നോക്കാം. സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അതേപോലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ജെറ്റ് വിമാനങ്ങൾ കാണപ്പെടുന്നത്. ഒന്നുകൂടെ നോക്കാം. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ.
ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അടുത്തത് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരമാണ് മീസോസ്ഫിയറിനുള്ളത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നു. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയുള്ള പാളിയാണ് മീസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. ഒന്നുകൂടെ നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഈ പാളിയിൽ ഉയരം കൂടുന്തോറും താപം കുറയുന്നുണ്ട്. ഏകദേശം താപനില -100°C വരെ താഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനിലയുള്ള പാളിയാണ് മീസോസ്ഫിയർ. ഇവിടെ ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നുണ്ട്. അടുത്ത പാളിയാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരമുള്ള പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും ഇവിടെ താപനില കൂടി വരികയാണ്. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അടുത്തത് അല്ലെങ്കിൽ അവസാനത്തെ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയായ എക്സോസ്ഫിയർ 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ഇത് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറും. അപ്പൊ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറും. അപ്പൊ നമ്മള് അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളെ കുറിച്ചാണ് നോക്കിയത്. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ കാണുന്ന അല്ലെങ്കിൽ അവയെ വേർതിരിക്കുന്ന സംക്രമണ മേഖല ട്രോപ്പോപാസ് എന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. അതേപോലെ ജെറ്റ് വിമാനങ്ങളും കാണപ്പെടുന്നു. മീസോസ്ഫിയർ ഏറ്റവും താപനില കുറഞ്ഞ മേഖലയാണ് മീസോസ്ഫിയർ. ഇവിടെ ഉൽക്കകൾ കത്തി അമരുന്നുണ്ട്. തെർമോസ്ഫിയർ ഏറ്റവും ചൂട് കൂടിയ അല്ലെങ്കിൽ ഉയർന്ന താപമുള്ള മേഖലയാണ് അല്ലെങ്കിൽ പാളിയാണ് തെർമോസ്ഫിയർ. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ്. 400 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ഇത് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭൂമിശാസ്ത്രത്തിൽ നിന്ന് തന്നെയുള്ള ചോദ്യമാണ്. PSC നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള മേഖലയാണ് ശിലകൾ. അപ്പോൾ ചോദ്യം, താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? 1 ചുണ്ണാമ്പ് കല്ല്, 2 ഗ്രാനൈറ്റ്, 3 കൽക്കരി, 4 മാർബിൾ. അവസാദ ശിലകളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, ചുണ്ണാമ്പ് കല്ലും കൽക്കരിയും. അപ്പൊ നമുക്ക് ശിലകൾ 3 തരം ശിലകളുണ്ട്. നമുക്ക് ആഗ്നേയശില, അവസാദ ശില, കായാന്തരിത ശില. നമുക്ക് ശിലകളെ കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം. ആഗ്നേയശില ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന, അതായത് എർത്ത് ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിലോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഇവയെ അടിസ്ഥാന ശിലകൾ അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. ശിലകളുടെ മാതാവ്, പിതൃശില എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. മറ്റെല്ലാ ശിലകളും ഇവയ്ക്ക് രൂപമാറ്റം സംഭവിച്ചു രൂപം കൊള്ളുന്നത് കൊണ്ടാണ് ഇവയെ അടിസ്ഥാന ശില അല്ലെങ്കിൽ ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നൊക്കെ പറയുന്നത്. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്.
ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശില. ഈ ആഗ്നേയശിലകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റ്, റയോലൈറ്റ്, ഡയോറൈറ്റ്, പെഗ്മാറ്റൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഡോളറൈറ്റ്, ഡുനൈറ്റ്. പ്രധാനമായും നമ്മൾ SCRT-യിലൊക്കെ ഗ്രാനൈറ്റും ബസാൾട്ടും എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ആഗ്നേയശില ഭൂവൽക്കത്തിലെ വിടവിലൂടെ ഉയരുന്ന ശിലാദ്രവ്യം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഇവയെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നു. പർവ്വതജന്യ ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, പിതൃശില എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശില. ആഗ്നേയശിലക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, റയോലൈറ്റ്, ഡയോറൈറ്റ്, പെഗ്മറ്റൈറ്റ്, ഗാബ്രോ, ബസാൾട്ട്, ഡോളറൈറ്റ്, ഡുനൈറ്റ്. അടുത്തതാണ് അവസാദ ശിലകൾ. പ്രകൃതിയിലെ ബാഹ്യശക്തികളായ കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. അതായത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഇവയാണ് അവസാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവയെ അടുക്ക് ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയ്ക്കുള്ള ഉദാഹരണമാണ് മണൽക്കല്ല്, ഷെയ്ല്. ഷെയ്ല് എന്ന് പറഞ്ഞാല് കളിമണ്ണ് കൊണ്ടുള്ള ശിലകളെയാണ് ഷെയ്ല് എന്ന് പറയുന്നത്. ചുണ്ണാമ്പുകല്ല്, പവിഴപ്പുറ്റുകൾ, ചോക്കുകൾ, കൽക്കരി. ഒന്നുകൂടെ നോക്കാം. പ്രകൃതിയിലെ ബാഹ്യശക്തികളായ കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലകളാണ് അവസാദ ശിലകൾ. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ഷെയ്ല്, ചുണ്ണാമ്പുകല്ല്, പവിഴപ്പുറ്റുകൾ, ചോക്കുകൾ, കൽക്കരികൾ തുടങ്ങിയവ. മൂന്നാമത്തേതാണ് കായാന്തരിത ശിലകൾ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഒന്നുകൂടെ പറയാം. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്നു. ഇത്തരം ശിലകളാണ് കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില എന്ന് പറയുന്നത് കായാന്തരിത ശിലയാണ്. ഉദാഹരണം സ്ലേറ്റ്, ഇഗ്നൈസ്, ക്വാർട്സൈറ്റ്, ഷിറ്റ്സ്, മാർബിൾ, ചാർക്കോണൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. ഇവ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്നവയാണ്. പ്രധാന ഉദാഹരണങ്ങൾ സ്ലേറ്റ്, ഇഗ്നൈസ്, ക്വാർട്സൈറ്റ്, ഷിറ്റ്സ്, മാർബിൾ, ചാർക്കോണൈറ്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു കായാന്തരിത ശിലകൾ. അതേപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയശിലയും ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അവസാദ ശിലയുമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആഗ്നേയശില, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അവസാദ ശില, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശില. അപ്പൊ ശിലകൾ 3 തരത്തിലാണ് ഉള്ളത്. അതായത് 3 ടൈപ്പ് റോക്സ് ആണ്: ആഗ്നേയശില, അവസാദ ശില, അതേപോലെ കായാന്തരിത ശില.